ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മുടെ പൂരവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇത് ആയിരങ്കണ്ണി പൂരത്തിന് പോകുന്ന വഴിയുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പോകുന്ന പൂരമാണ് ഇത് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ചേറ്റുവ തൊട്ടിട്ട് തന്നെ ബ്ലോക്ക് അത്യാവശ്യത്തിന് തുടങ്ങുന്നുണ്ട് കേട്ടോ. കാരണം ഇതേപോലെ കുട്ടി കുട്ടി പൂരങ്ങൾ പോയിട്ട് വേണമല്ലോ നമുക്കൊരു 34 ആനയുണ്ടെന്ന് തോന്നുന്നു ഇപ്രാവശ്യം. എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തായാലും 34-35 ആനയൊക്കെ ഏകദേശം ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് നമ്മുടെ ഷാപ്പുംപടിയിൽ നിന്ന് പോകുന്ന പൂരാണ്. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ പുതിയ മേൽപ്പാലം കണ്ടില്ലേ പണി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ കിഴക്കോട്ടുള്ള റോഡ് പോവുക കേട്ടോ. അപ്പം ഞങ്ങൾ ബ്ലോക്ക് വരണ്ട പെട്ടെന്ന് എത്താലോ എന്ന് വിചാരിച്ചിട്ട് ആ വഴി എടുത്തിട്ട് നേരെ പുളിഞ്ചോട്ടിലേക്ക് കയറി. പുളിഞ്ചോട്ടിലെത്തിയപ്പോഴുണ്ട് പുളിഞ്ചോട്ട് സെൻറ്ററിലുണ്ട് അവിടെ ആന നിൽക്കണം. അപ്പോൾ അവിടെ ഫുള്ള് ബ്ലോക്കായിരുന്നു, അങ്ങോട്ടേക്ക് കടത്തി വിടില്ല എന്ന് പറഞ്ഞു. കണ്ടോ ഫുൾ ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ നേരെ വണ്ടി തിരിച്ചിട്ട് വീണ്ടും ഞങ്ങൾ സെയിം നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തുകയാണ് കേട്ടോ. അതായത് ആ മേൽപ്പാലത്തിൻ്റെ ചോട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആനയും പൂരൊക്കെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് കടന്നിട്ട് ഏത്തായിലേക്ക് പോയി. ഏത്തായി വഴി കയറിയാൽ സുഖമായിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തും എന്നുള്ള വീണ്ടും കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഏത്തായി വഴി കയറി. ഏത്തായി വഴി കയറിയപ്പോൾ അവിടെ റോഡിൽ 3 ആനകൾ നിരന്ന് നിൽക്കണം. ആ വഴിയും ബ്ലോക്ക്. അപ്പം അമ്മൂട്ടി പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, 3 അല്ല 4 ആനകൾ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 4 ആനകൾ നിൽക്കണോണ്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ശശിയായിട്ട് വണ്ടി തിരിച്ചിട്ട് പൊക്കളങ്ങര കൂടിയാണ് കേട്ടോ പിന്നെ പോകുന്നത്. കണ്ടില്ലേ അവിടെ തെയ്യവും കാര്യങ്ങളും നിരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ. പിന്നെ നമ്മൾ പൊക്കളങ്ങര നിന്ന് കയറിയിട്ട് നേരെ നമ്മൾ ഷൂട്ടേഴ്സിൻ്റെ അവിടേക്ക്, അതായത് നമ്മൾ നാഷണൽ സ്കൂളിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയിലെത്തിയപ്പോൾ അവിടെയും നിൽക്കണു 2 ആനയും പോരും. അപ്പോൾ പിന്നെ വേറെ നിവർത്തിയൊന്നുമില്ല, നമുക്ക് സ്കൂട്ടർ ഇവിടെ വെച്ചിട്ട് പിന്നെ ബാക്കി അങ്ങോട്ടേക്ക് അമ്പലത്തിൻ്റെ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ വേണ്ടി വന്നത്. അപ്പോൾ ഇത് ഷൂട്ടേഴ്സിൻ്റെ ആനയായിരുന്നു കേട്ടോ. നമ്മുടെ സച്ചുട്ടൻ്റെയും തക്കടുവിൻ്റെയൊക്കെ ക്ലബ്ബായിട്ടുള്ള ഷൂട്ടേഴ്സ്. ആക്ച്വലി സച്ചുവും തക്കടുവും ദേവിനഗറിൻ്റെ, അതായത് അവരുടെ ക്ലബ്ബ് എന്ന് പറയുന്നത് ദേവിനഗറാണ്. പക്ഷേ ഷൂട്ടേഴ്സാണ് ഇവരുടെ ആസ്ഥാനം എന്ന് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ സച്ചുട്ടൻ്റെ വന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അധികം ആനയുടെ അടുത്ത് വന്ന് നിൽക്കണ്ട, 2 ആൾക്കും കഴിഞ്ഞിട്ടാണ് നിൽക്കണേന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് വണ്ടി വിട്ടു കേട്ടോ. ഈ ഓരോ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ആനകളും ഒത്തുചേർന്നിട്ട് വേണം നമുക്ക് നമ്മുടെ അമ്പലത്തിൽ പൂരം നടത്താൻ. പക്ഷെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്രാവശ്യത്തെ പൂരം ആയിരങ്കണ്ണി പൂരം ഫുൾ അലമ്പായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി നമ്മുടെ പൊക്കളാൻ്റെ പൂരത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂരം തുടങ്ങുന്നതൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ്, 6 മണിയൊക്കെ ആയിട്ടാണ് പൂരം തുടങ്ങുക. 7:00 കൂടി പൂരം അവസാനിക്കും. അപ്പോൾ എന്തായാലും എല്ലാ കൊല്ലവും ഈ ഷൂട്ടേഴ്സിൻ്റെ ആന എന്ന് പറയുന്നത് ഇത് ചന്തയിലത്തെ ആനയാണ് കേട്ടോ. ഷൂട്ടേഴ്സിൻ്റെ ആന ഇതിൻ്റെ ബാക്കിലാണ്, ആക്ച്വലി ഫ്രണ്ടിലായിരുന്നു. പിന്നെ അവർക്ക് അവിടെ നിന്ന് കൊട്ടാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്നിട്ട് ഇവരെ കയറ്റി വിടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഷൂട്ടേഴ്സിൻ്റെ പൂരം എപ്പോഴും നല്ല വെറൈറ്റി ആയിരിക്കും. കാരണം കുറേ എന്താ പറയുക കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരിക. അവരവിടെ നിന്ന് കുറേ നേരം ഗ്രൗണ്ടിൽ നിന്ന് കൊട്ടിയതിന് ശേഷം മാത്രമാണ് അമ്പലപ്പറമ്പിലേക്ക് എപ്പോഴും കയറാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഈ ടൈം കുറവായതുകൊണ്ട് തന്നെ അവരത് കണക്ക് കൂട്ടാണ്ട് അമ്പലപ്പറമ്പിലേക്ക് കയറാണ്ട് ഗ്രൗണ്ടിൽ നിന്ന് കുറേ നേരം കൊട്ടി പൂരം കഴിയണ നേരത്ത് ആനേനെയും കൊണ്ട് വരാൻ കേട്ടോ ചെയ്തത്. ആ ഒരു നേരം എന്ന് പറയുന്നത് ജനപ്രളയമാണ്. ഇപ്പം ഈ കാണുന്ന ജനങ്ങളൊന്നും അല്ല കേട്ടോ അമ്പലപ്പറമ്പിൽ ഉണ്ടായിരിക്കുക. അമ്മാതിരി ജനങ്ങളുണ്ടായിരിക്കും. ആ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ആനയെ വരാമെന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്കും തോന്നിയില്ല. കാരണം ഓൾറെഡി ഞങ്ങൾ അവിടെ ഉണ്ടാകുന്നതുകൊണ്ട് ഞങ്ങൾ ശരിക്കും ആ നേരത്തൊന്ന് പേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീമോളുടെ വീട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ തിരുമംഗലം സ്കൂള് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ രമേശ് മാഷിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ സെലിബ്രേഷൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്കൂള്. അപ്പോൾ ആൻറ്റി ഇതൊക്കെ കാണാൻ വേണ്ടി, കാരണം ഈ ഒരു ഗ്രൗണ്ടിലും കുറേ പൂര കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ശ്രീമോളോട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾ കുറേ വീഡിയോയിൽ എന്താ പറയുക കണ്ട് കാഴ്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ TSCയുടെ ശിവൻ്റെ രൂപമാണ് കേട്ടോ അതാ. അപ്പോൾ കുറേ എന്താ പറയുക ഇത് DSCക്കാരാണ് കേട്ടോ. നമ്മുടെ ഇവിടെ കുറേ ക്ലബ്ബുകളുണ്ട്. ഓരോ ക്ലബ്ബിനും നല്ല നല്ല വ്യത്യസ്തമായ പേരുകളുണ്ട്. അവർക്കൊക്കെ ഓരോ ഡ്രസ് കോഡും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ പൂരം എന്ന് പറയുന്നത് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും കൂടെ തുള്ളുന്നത് കാണാൻ അതൊരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആണുങ്ങളുടെ ഒരു കുത്തകയായിട്ട് വാഴുന്ന ഒരു സംഭവമല്ലേ. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല. ആ കുത്തകയിൽ നമ്മൾ പെണ്ണുങ്ങൾക്കും ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ തുള്ളുന്നതൊക്കെ കാണാൻ. അപ്പം ഞാൻ അമ്മൂനോടും ഭായിനോടൊക്കെ പറയേ ഒന്ന് തുള്ളിക്കൂടേയും ചോദിക്കും. പക്ഷേ കുറ്റങ്ങളൊന്നും തുള്ളില്ല കേട്ടോ. വെറുതെ മനുഷ്യന്മാരെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ചോദിക്കാറുണ്ട് ഇവരുടെ അടുത്ത്. ഏത് പൂരത്തിന് പോയിട്ടുണ്ടെങ്കിലും ഞാൻ ചോദിക്കും ഒന്ന് തുള്ളിക്കോ മക്കളെ എന്ന് പറയും. അപ്പോൾ 2 ആളും ആ ഒരു ഭാഗത്തേക്ക് തന്നെ വരില്ല കേട്ടോ.
അപ്പം നമ്മൾ ഈ 4 മണി നേരത്താണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ പൂര സാധനങ്ങളൊക്കെ വിൽക്കണ ഭാഗത്ത് കൂടെ, കാരണം ഇവിടെയൊന്നും അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ സിമ്പിളായിട്ട് തന്നെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ നമുക്ക് പറ്റിയിട്ടോ. കാരണം ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല. പൂരം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ആനകളൊക്കെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികം ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ മുന്നേ ആയിരങ്ങണ്ണി അമ്പലത്തിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ആയിരങ്ങണ്ണി ദേവി, അതായത് നമ്മുടെ ഈ ഒരു അമ്പലത്തിൽ മുസ്ലിംസുകൾക്കും കൂടിയിട്ട് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അവരുടെ തങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് ഈ ഒരു അമ്പലത്തിൽ. അതിൻ്റെ കഥയൊക്കെ ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ജാതിയിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടാവും. പിന്നെ ആയിരങ്ങണ്ണി പൂരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ദേശപൂരമാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ എന്താ പറയുക, കുണ്ടലിയൂർ അഞ്ചാങ്കല്ല് ഭാഗത്തുള്ള ആൾക്കാർക്ക് ദേശം എന്ന് പറയുന്നത്, ദേശത്തെ അമ്പലം എന്ന് പറയുന്നത് പനയംകുളങ്ങര ദേവിയാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കണക്ക് കൂട്ടുന്നത്. നമ്മുടെ ദേശപൂരമായിട്ട് നമ്മളെപ്പോഴും കണക്ക് കൂട്ടുന്നത് എങ്ങണ്ടിയൂർ, അതായത് നമ്മുടെ ആയിരങ്ങണ്ണി ദേവീനെയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ അധികം ആൾക്കാരൊന്നും ഇല്ലയെന്ന്. നിങ്ങളിത് കണ്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നത്? ആൾക്കാരുണ്ടെന്നോ ഇല്ലയെന്നാണോ തോന്നുന്നത്? അമ്മാതിരി ജനങ്ങൾ ഇവിടെ കൂടി നിൽക്കണ ഭാഗം മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ അപ്പുറത്തും അല്ലെങ്കിൽ ബിൽഡിങ്ങുകളുടെ മുകളിലും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ 2 അച്ചാച്ചന്മാരെ നടുക്കിൽ സ്ഥാനം പിടിച്ചിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. കാരണം നിന്ന് കാലയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരായിരുന്നു ഇവിടെ ഇരുന്നോടുന്നത്. അപ്പോൾ അമ്മൂട്ടീനെ ഏൽപ്പിച്ചിട്ട്, അമ്മൂട്ടിയോ പായോ ആരോ ഇരുന്നോടുന്നു. അപ്പോൾ ആരോ 2 ആളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പൂരത്തിന് വാങ്ങിച്ച, അതായത് പൊക്കളാൻ്റെ പൂരത്തിന് വാങ്ങിച്ച കണ്ണടയൊക്കെ വെച്ചിട്ടാണ് ചേച്ചി അനിയത്തി വന്നിട്ടുള്ളത്. പായുവിനൊരു സ്പിന്നർ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ പൂരത്തിന് പ്രഭി ഉണ്ടായിരുന്നു. അപ്പോൾ പ്രഭീനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പിള്ളേരും പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആൻറ്റി ഉണ്ടായിരുന്നു, ആൻറ്റി ഉണ്ടായിരുന്നപ്പോൾ നല്ല സുഖമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രഭീനെ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് ആയിരങ്ങണ്ണി പൂരം. അത് പ്രഭി ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ അടുത്ത പൂരം ഇത്രയധികം ആനകളെയൊക്കെ കാണണമെന്ന് പറഞ്ഞു. അവരുടെ നാട്ടിലൊക്കെ 1-2 ആനകളും അങ്ങനത്തെ പൂരങ്ങളൊക്കെ ഉള്ളൂ. നമ്മുടെ അവിടെയാണ് ഇങ്ങനെ സംഭവബഹുലമായിട്ടുള്ള പൂരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. പൂരം മാത്രമല്ല, അതിനനുസരിച്ചിട്ടുള്ള ഓരോരോ എന്താ പറയുക കലാരൂപങ്ങളും ഓരോ വട്ടവും വെറൈറ്റി സാധനങ്ങൾ എങ്ങനെ ഇറക്കാൻ പറ്റണോ അമ്മാതിരി സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടാണ് കേട്ടോ. കാരണം ഇവിടെ വാശിയാണ്, ആരാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നടത്തുക എന്നുള്ളൊരു വാശിയുണ്ട് കേട്ടോ. ആക്ച്വലി ആയിരങ്ങണ്ണി പൂരം മുഴുവനായിട്ട് കണ്ടവരാരും ഈ എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഓരോ ഭാഗത്തു നിന്നും ഓരോ ക്ലബ്ബുകളിൽ നിന്നും വരുന്ന പൂരത്തിനനുസരിച്ചിട്ടായിരിക്കും ഓരോരോ ആൾക്കാർ വരുന്നുണ്ടായിരിക്കുക. ഒരു ക്ലബ്ബിൽ നിന്ന് വരുമ്പോൾ അപ്പുറത്തുനിന്ന് 100 ക്ലബ്ബിൽ നിന്ന് വേറെ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ക്ലബ്ബുകളുടെ വരുന്നത് മാത്രമാണ് സാധാരണ ആൾക്കാർ കാണാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഈ പൂരപ്പറമ്പിൽ നിന്നിട്ട് മുഴുവൻ കണ്ട് ആസ്വദിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ആണുങ്ങളൊക്കെ ഉണ്ടാവായിരിക്കും, പെണ്ണുങ്ങൾക്ക് അതിന് സാധിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും നേരം നിന്നിട്ട് കാണാനുള്ള ഓരോ കാഴ്ചകളും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ പൂരൊക്കെ ഏകദേശം അവസാനിക്കാറായിട്ടും ഈ പറയുന്ന ആനകൾ കുറേ പേര് ഒന്നും അകത്തേക്ക് കയറാണ്ടേ കുറേ പേർക്ക് ഇപ്രാവശ്യം വിലക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകം അവരുടെ പേരും കാര്യങ്ങളൊന്നും എടുത്ത് പറയണമൊന്നുമില്ല. കാര്യം അവരുടെ കയ്യിലിരിക്കൊണ്ട് തന്നെയാണ് കേട്ടോ. കാരണം ഇത്രയും വലിയ പൂരം നടത്തുമ്പോൾ അവർ ആ ഒരു ടൈമിങ് കറക്റ്റ് പാലിക്കാണ്ട് കണ്ടില്ല, ഇത്ര അധികം ആനകളൊക്കെ ഉണ്ട്. ഇനി വരാൻ ഒരു 10-12 ആനയൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. അവർ മൈക്കിൽ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, ആനോട് കയറാൻ ഇങ്ങനെ പറയുന്നുണ്ട്, പാപ്പന്മാരുടെ ശ്രദ്ധയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇവരാരും അതിനെ കയറ്റാണ്ട് ഇപ്പം എന്തായി വിലക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം പിള്ളേരവിടെ നിൽക്കലും ഞാൻ ഇരുന്നും ക്ഷീണിച്ചപ്പോൾ നമ്മൾ പിന്നെ പതിയെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. നമ്മുടെ ആ മറ്റേ പൂരസാധനങ്ങൾ വിൽക്കണ കടകളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങുക. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയെന്നൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. ടയറിൽ പോവായിരുന്നു ഞങ്ങൾ. കാല് വെക്കാനൊരു എന്താ പറയുക, കാല് നിലത്ത് കുത്താൻ നമുക്ക് സ്ഥലം കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ ഏതോ എന്താ പറയുക അപ്പൂപ്പന്താടി പറക്കണ പോലെയായിരുന്നു ഞങ്ങൾ 3 ആൾ പറന്നു പോയി കൊടുത്തത് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് അമ്മൂട്ടിക്ക് ഇന്നലെ പൊക്കളാൻ്റെ പൂരം കണ്ടപ്പോൾ തൊട്ടിട്ട് പറയുന്നതാണ് ഇതിൻ്റെ മൊയലിൻ്റെ ചെവിയുള്ള സംഭവമാണെന്ന്. പക്ഷേ ഈ പൂരത്തിന് അത് കണ്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു നാളെ പൂരം ഉണ്ടല്ലോ, അപ്പോൾ അതിന് വാങ്ങിച്ചുതരാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. പക്ഷെ അത് കണ്ടില്ല. പകരം നമ്മൾ ഈ ലൈറ്റ് കത്തുന്ന സാധനം 2 പേർക്ക് വാങ്ങിച്ചു കൊടുത്തു. പായുവിന് പക്ഷേ പായുവിൻ്റെ കുഞ്ഞുമാമൻ എടുത്തുകൊണ്ട് പോയിട്ടോ. പിന്നെ ആ സംഭവം നമ്മൾ ഇതുവരെ കണ്ടിട്ടേനില്ലേ. മാമൻ ഗൾഫിലും എത്തി, പൂരം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം ആവാനാണ് പോണത്. അപ്പോൾ പൂരമൊക്കെ കഴിഞ്ഞതാ ആനകളൊക്കെ വഴി നിരയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, നമ്മുടെ ഈ റൂട്ടിൽ കൂടെ, അതായത് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും നമുക്കിവിടെ റോഡുണ്ട്. 4 മൂലയാണ് കേട്ടോ.
അപ്പോൾ ഈ വടക്കോട്ടുള്ള റോഡിൽ കൂടെ ഇത്ര അധികം ആനകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത്രയ്ക്കധികം ആനകൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതൊരു വലിയൊരു കുഴി പോലെയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ ഒരു കാല് തെറ്റി നിലത്തേക്ക് വേണ്ടെങ്കിൽ കൊക്കയിൽ വീണ ഫീലായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഇവർക്ക് രണ്ടാൾക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള സംഭവം. ഇവിടെ ആന ഓടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഒരിക്കൽ സച്ചുട്ടനൊക്കെ ആനയുടെ പുറത്തിരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് ആന ഓടിയിട്ട് ചാടി ഇറങ്ങി ആൾ ജീവനും കൊണ്ട് ഓടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അറിവില്ല. ഞാൻ എപ്പോഴെങ്കിലും അവനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങളോട് എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആനകളൊക്കെ ഇതാ തിരിച്ച് മടങ്ങി അവരുടെ എന്താ പറയുക ഓരോരോ ക്ലബ്ബുകളിലേക്ക് തിരിച്ച് പോകുന്നുണ്ട്. ഇതാ കുറേ സാധനങ്ങൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ മിന്നി നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് എപ്പോഴും ഈ കുട്ടി ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മൾ തൃപ്രയാറ ഏകദേശിക്കുകയാണെങ്കിലും ഗുരുവായൂർ ഏകദേശിക്കുകയാണെങ്കിലും പൊക്കളാര പൂരത്തിനാണെങ്കിലും ഇപ്പോൾ ഇതാ അയ്യന് പൂരത്തിനാണെങ്കിലും ഈ കുട്ടിയുടെ കയ്യിൽ തന്നെയാണ് നമ്മൾ മസാലക്കടല വാങ്ങിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പിള്ളേരുണ്ടല്ലോ ആരു പിന്നെ നമ്മുടെ ചെറുതുണ്ടല്ലോ, ചെറുതിനും കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചിട്ട് നേരെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. ആന വരുന്ന കാണുമ്പോൾ സത്യത്തിൽ പേടിയുണ്ട്. കാരണം ഒന്ന് തിരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കൊന്ന് എവിടേക്കെങ്കിലും ഒന്ന് മാറാൻ പോലും ഓപ്ഷനില്ല. ആ ഒരു എന്താ പറയുക കുത്തോ ചവിട്ടമൊക്കെ കൊണ്ട് നമ്മൾ അവിടെ കിടക്കേണ്ടി വരും. അത്രേ ഉണ്ടാവുള്ളൂ. കാരണം അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ റോട്ടിൽ കൂടെ വരുന്നതും പിന്നെ തൊട്ടപ്പുറത്തുള്ള വീടുകൾ ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തെ സൈഡിൽ വലിയൊരു കുഴിയാണ്. അങ്ങോട്ട് ഒന്നും ചാടാനൊന്നും പറ്റില്ല. കൈയും കാലൊക്കെ ഒടിയും. അതുകൂടാണ്ട് കൈയും കാലം ഒടിഞ്ഞ് കിടക്കുന്നതല്ലേ ആനയുടെ കുത്തുകൊള്ളിനെക്കാട്ടും ബെറ്റർ. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തു നിന്ന് മാറിയിട്ട് ഇപ്പുറത്തേക്ക് നിന്നതാണ്. കാരണം ഇവിടെ വീടുകളാണ്, ഈ സൈഡിൽ വീടുകളാണ്. അപ്പോൾ അവരൊക്കെ ഗേറ്റൊക്കെ അടച്ചിട്ട്, കാരണം ഇത്രയധികം ആൾക്കാർ വരുന്നത് എല്ലാവരും അകത്തേക്ക് കയറി നിൽക്കേണ്ട വെച്ചിട്ട് എല്ലാവരും ഗേറ്റൊക്കെ അടച്ചു കൂട്ടി സെക്യൂറാക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അറിയില്ല. കുട്ടിയാനാ അയമ്പേ കുട്ടിയാനാ ചേട്ടാ പറഞ്ഞോണ്ട് എടുത്തോ. പറ്റില്ല കേട്ടോ മകളത് മൊത്തം കുടിച്ചു കഴിച്ചോ കഴിച്ചോ. അപ്പോൾ സംഭാരമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള സംഭാരമായിരുന്നു കേട്ടോ. വായുവിന് ആദ്യം കൊടുത്തപ്പോൾ വായു വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോണ നേരത്തെ സംഭാരം കുടിച്ചു ആണ് കേട്ടോ. ഒരു പാക്കറ്റിലുള്ളതിൻ്റെ പകുതി കുടിച്ചു. പിന്നെ ഞാൻ കുടിച്ചു, അമ്മൂട്ടിയും കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ച് മുമ്പുള്ള സംഭാരം നോക്കി നടക്കായിരുന്നു. പക്ഷെ അപ്പോഴേക്കും സംഭാരമൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി അതിൻ്റെ പാട്ടിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുമ്പുള്ളക്ക് സംഭാരം പിന്നെ കിട്ടിയില്ല. അപ്പോൾ ഈ പടക്കം ഉണ്ടല്ലോ, ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ എന്താ പറയുക കെട്ടിയിട്ട് നമ്മൾ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീഴുമ്പോൾ പൊട്ടുന്ന ഒരു പടക്കം ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചീനെത്തിയും കൂടിയിട്ട്. അപ്പോൾ അത് ഇവിടെ നടന്നിരുന്നിട്ട് അത് പൊട്ടിക്കലായിരുന്നു പരിപാടി. അപ്പോൾ അതാ ഓരോരോ ക്ലബിൻ്റെയൊക്കെ ആയിട്ട് ഇത് ഏതാ ക്ലബ്ബ് മനസ്സിലാവണില്ല. അപ്പോൾ ഇവരുടെയൊക്കെ ഇങ്ങനെ ഓരോരോ എന്താ പറയുക രൂപങ്ങളൊക്കെ ആയിട്ട് തെയ്യോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. ചിങ്കാരിമേളം കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഓരോരോ എന്താ പറയുക ഇത് എന്താ വരുന്നത് ചിങ്കാരിമേളമാണ് കേട്ടോ. അതൊന്നും വേണ്ട, കൊടുക്കത്ര റേറ്റ് ആവും. അപ്പം
നമ്മളിതാ പിള്ളേർക്കുള്ള കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ കുഞ്ഞിപ്പണ്ണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ ശ്രീമോള് ഷൂട്ടേഴ്സിൻ്റെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞിപ്പണ്ണിൻ്റെ അമ്മമ്മ കുറുക്ക് പഴം പുഴുങ്ങിയത് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ കിട്ടിയ കളിപ്പാട്ടൊക്കെ കൈ പിടിച്ചിട്ട് എന്തോ അന്തം വിട്ട പരിചയം പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല, വാശിയൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. ശ്രീമോളെ കണ്ടിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. പിന്നെ അമ്മമ്മ നേരത്തിനനുസരിച്ച് ഭക്ഷണം കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ആൾ നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശ്രീമോളെ വീടിൻ്റെ എന്ന് പറയുന്നത് വ്ളോഗിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ ഇന്ന് വരെ അരികണ്ണിപുരം കണ്ടിട്ടില്ലാന്ന്. അവരുടെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ളതാണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പൂരങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഓരോരോ പൂരങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നിട്ട് ഈ പൂരങ്ങളൊക്കെ പോകുന്നത് കാണാം. അവിടെ അമ്പലപ്പറമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് കാണാം എന്നേ ഉള്ളൂ. പക്ഷേ കുട്ടികൾക്ക് വീട്ടിലിരുന്നാൽ തന്നെ എല്ലാ പൂരം കാണുന്നുണ്ട്. ഇന്നൊരു പൂരം കണ്ടിട്ടില്ല എന്ന് പറയണേ കേട്ടോ. എനിക്ക് അതിശയായി സത്യത്തിൽ അത് പറയണേണ്ടപ്പോൾ. അപ്പോൾ വലുതായിട്ടൊക്കെ ഉണ്ട്. പൂപ്പിക്ക് നമ്മൾ മറ്റേ കളിക്കുന്ന തത്തമ്മേനെ കാണിച്ചെടുത്തപ്പോൾ പുഷ്പായിട്ട് അതിനെ കുറിച്ച് കേട്ടോ. ആള് വലിയ കുഴപ്പമൊന്നുമില്ല, മേത്തൊക്കെ കയറി ഇരിക്കുന്നത് പറഞ്ഞില്ലാന്ന് പറയട്ടോ നമ്മൾ. അപ്പോൾ 2 ദിവസമായി കൂട്ടിൽ കളിക്കണേണ്ട ആ ഒരു അമർഷം അവൾ തീർക്കുന്നുണ്ട് കേട്ടോ. മേത്തൊക്കെ ഇങ്ങനെ തടിച്ച് പിടിച്ചിരിക്കുന്നുണ്ട്. വേറെ ഉപദ്രവവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവരെ വീട്ടിൽ തന്നെ നിന്നാൽ തന്നെ എല്ലാ ഐസ്ക്രീം വണ്ടിയും പിന്നെ അതേപോലെ തന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഉമ്മർത്ത് തന്നെ എല്ലാവരും നിറഞ്ഞിരിക്കുന്നുണ്ടാവും കേട്ടോ, ഗേറ്റിൻ്റെ പുറത്തോട്ട്. അതുകൊണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പുറപ്പറമ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എല്ലാതും വീടിൻ്റെ മുന്നിൽ തന്നെ നിൽക്കണോണ്ട് പിള്ളേർക്ക് പ്രാവശ്യം ഭയങ്കര കുശാലായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം നോക്കിയിട്ട് പൂരായിരുന്നല്ലോ. അപ്പോൾ കൊക്കാരപ്പൂരത്തിൻ്റെ അവിടുത്തെ എന്താ പറയുക സാധനങ്ങളൊക്കെ ആ പൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇവിടേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് നമുക്ക് വൈകുന്നേരം പൂരം തുടങ്ങണേക്കാട്ട് മുന്നേ എല്ലാ സാധനങ്ങളും ഇവിടെ റോട്ടിൽ നിന്ന് നിറഞ്ഞിരിക്കുന്ന കാരണം അപ്പം തൊട്ട് തുടങ്ങിയതാണ് ഓരോന്ന് വാങ്ങിക്കലും. അത് പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം അത് തന്നെയായിരുന്നു എന്ന് പറയണ്ടായിരുന്നു കേട്ടോ. അമ്മ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത്. കാരണം 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ നേരം വരെ അവിടെ നിന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പരിപാടി ഗ്രൗണ്ടിൽ നടക്കണ്ടെന്ന് പറഞ്ഞു. ശ്രീമോള് ഉണ്ണി കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് തിരിച്ചു വന്നിട്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ശ്രീമോള് അത് വന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് അത് കാണാൻ വേണ്ടി നിന്നിട്ടാവും. അല്ലാണ്ടൊന്നും കാണാനൊന്നും പറ്റില്ല. ശ്രീമോള് നന്നായി കണ്ടിട്ടുണ്ടായിരുന്നു. അവള് വ്ളോഗിൽ അതിൻ്റെ വീഡിയോസൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ കയറി നോക്കിയാൽ ഇതിനും കൂടുതൽ വീഡിയോസ് കാണാൻ സാധിക്കും.
അതിനകത്തേക്ക് വെള്ളമാക്കല
സ്ഥലം പിടിക്കേണ്ട വായ നമ്മുടെ സ്ഥലം പിടിക്കേ. അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ആവാ അറിയില്ല.
5 6 അപ്പോൾ ഒരു വലിയൊരു വീഡിയോ ആയിരുന്നു അല്ലേ ഇന്നത്തെ വീഡിയോ. എനിക്കറിയാം നിങ്ങൾക്ക് കുറേ ബോറടിച്ചിട്ടൊക്കെ ഉണ്ടാവുമെന്ന്. ഞാൻ എന്നും പറയണ പോലെ ഇത് എൻ്റെ ഒരു ഓർമ്മയായതുകൊണ്ട് തന്നെ എനിക്കിതിലൊന്നും എഡിറ്റ് ചെയ്യാനോ കട്ട് ചെയ്യാനോ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. ലൈവായിട്ട് തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വേറെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം കേട്ടോ. എന്നും പറയുന്ന പോലെ തന്നെ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളോട് വീണ്ടും പറയാണ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.